ഒരു കാലത്ത് ജനപ്രിയരായ താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. ഒരിക്കലും വേർപിരിയില്ലെന്ന് കരുതിയ ദമ്പതികൾ 16 വർഷത്തിനു ശേഷം ദാമ്പത്യം അവസാനിപ്പിച്ച് രണ്ട് വഴിയെ നീങ്ങി. മഞ്ജു ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നായികാ നടിയാണ്. കൈനിറയെ പ്രൊജക്റ്റുകളും അളവില്ലാത്ത സമ്പാദ്യവും. ദിലീപും തൻ്റേതായ രീതിയിൽ കാവ്യയ്ക്കും മക്കൾക്കുമൊപ്പം മനോഹരമായ കുടുംബജീവിതം നയിച്ച് നല്ല സിനിമകളുമായി തിരക്കിലുമാണ്. വിവാഹമോചനം സംഭവിച്ചിട്ട് 10 വർഷം പിന്നിട്ടെങ്കിലും മഞ്ജു മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിട്ടില്ല. തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അമ്മയ്ക്കൊപ്പം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കുതിരസവാരിയും താരം പഠിക്കുന്നുണ്ട്. ആലുവ ശിവരാത്രി മണപ്പുറത്താണ് താരം കുതിരസവാരി പഠനം നടത്തിയത്. തോട്ടയ്ക്കാട്ടുകര ആലപ്പാട്ട് ജോർജ് ഡയസാണ് പരിശീലകൻ. ജോർജിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറ എന്ന പെൺകുതിരയിലാണ് താരം കുതിരസവാരി പഠിച്ചത്. എന്നാൽ ആ കുതിരസവാരി പഠനത്തിന് പിന്നിൽ മഞ്ജുവിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ടെന്ന് പറയുകയാണ് പല്ലിശ്ശേരി. വെള്ളി നക്ഷത്രം യൂട്യൂബ് ചാനലിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ പല്ലിശ്ശേരി പങ്കുവച്ചത്. മഞ്ജു വാര്യരും ദിലീപും ഇനി ഒരുമിച്ച് താമസിക്കും എന്ന തലക്കെട്ടോടെയാണ് പല്ലിശ്ശേരി വീഡിയോ പങ്കുവച്ചത്. പല്ലിശ്ശേരിയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം. എനിക്കിത് പറയുമ്പോൾ ചിരി വരികയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളും ചിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പറയാൻ പോകുന്നത് മഞ്ജു വാര്യരുടെ കുതിരസവാരിയെക്കുറിച്ചാണ്. അതിന് ഒരു രഹസ്യമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മഞ്ജു കുതിരസവാരി പഠിക്കാൻ വരുന്നത് ആലുവ മണപ്പുറത്താണ്. ഇതിനോട് ചേർന്നാണ് ദിലീപിൻ്റെ വീട്. അവിടെയാണ് ദിലീപും മഞ്ജുവിൻ്റെ കൂടെ മകളായ മീനാക്ഷിയും താമസിക്കുന്നത്. മകളെ കാണാനും ദിലീപിനെ കാണാനുമുള്ള സൗകര്യത്തിനാണ് ആ വീട്ടിനോട് ചേർന്നുള്ള ആലുവ മണപ്പുറത്ത് കുതിരസവാരി പഠിക്കാൻ മഞ്ജു വാര്യർ വന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കും, നിങ്ങളല്ലേ ഈ കുനിഷ്ടൊക്കെ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങളല്ലേ എന്ന്. എന്നാൽ പിടിച്ചോളൂ, ഒരു കാര്യം കേട്ടതാണ്, ഇത് സത്യമാവും. നിഷേധിക്കേണ്ടവർക്ക് നിഷേധിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നത്. ഇത്രയും നാൾ പറഞ്ഞതുപോലെയല്ല. ദിലീപും മീനാക്ഷിയും മഞ്ജു വാര്യരും ഒരുമിച്ച് താമസിക്കാൻ പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഹോട്ട് ന്യൂസ്. ചിരിക്കുന്നോ, ദേഷ്യം വരുന്നോ, അതോ എന്നെ നോക്കി കണ്ണുരുട്ടുന്നോ? ഞാൻ കേട്ടത് സത്യമാണ്. കാരണം എന്താണെന്നറിയാമോ? വേറൊന്നും കൊണ്ടുമല്ല. മഞ്ജു വാര്യരെ സംബന്ധിച്ച് പണത്തിന് കുറവില്ല, ജീവിത സൗകര്യത്തിന് കുറവില്ല. ദിലീപിനും സാമ്പത്തിക പ്രശ്നങ്ങളില്ല. പക്ഷേ അവർക്കിപ്പോൾ ഒരുമിച്ച് താമസിച്ച് യോജിച്ചു പോകുന്നുവെന്ന് പറയേണ്ടത് മകൾ ഡോക്ടർ മീനാക്ഷിയുടെ കല്യാണം വരെയെങ്കിലും അങ്ങനെ വേണമെന്നതാണ്. അതിന് അവർക്ക് പ്രചോദനമായത് പ്രിയദർശൻ്റെയും ലിസിയുടെയും ജീവിതമാണ്. കാരണങ്ങളില്ലാതെ പിരിഞ്ഞവരാണ് പ്രിയനും ലിസിയും. എനിക്ക് അറിയാവുന്ന 2 സുഹൃത്തുക്കളാണ് അവർ. അവരുടെ 2 മക്കളും പ്രശസ്തരാണ്. മകളാണെങ്കിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നു. പരസ്പരം കുറ്റപ്പെടുത്താതെയാണ് പ്രിയനും ലിസിയും മാറി താമസിച്ചത്. അങ്ങനെ താമസിച്ചപ്പോഴും പ്രിയദർശൻ്റെ സ്വത്തിൻ്റെ ലിസിക്ക് അവകാശമുണ്ടായിരുന്നു. ഇവർ എന്നെങ്കിലും വീണ്ടും യോജിക്കുമെന്ന് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു. കള്ളത്തരങ്ങളില്ലാത്ത 2 പേരാണ് അവർ. അവർ അടുത്ത കാലത്താണ് യോജിച്ചത്. മക്കൾക്ക് വേണ്ടി മക്കൾ പറഞ്ഞിട്ടാണ് ഇരുവരും യോജിച്ചത്. ഉള്ളിൽ വൈരാഗ്യവും ശത്രുതയും ഉണ്ടെങ്കിൽ മക്കൾ എന്നല്ല ആര് പറഞ്ഞാലും യോജിക്കില്ല. നിങ്ങളുടെ 2 പേരുടെയും സ്നേഹം അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മീനാക്ഷി പറഞ്ഞാൽ അവർ ചിലപ്പോൾ യോജിച്ചേക്കും. അങ്ങനെയൊരു ലിങ്ക് വന്നാൽ അവർ യോജിക്കാൻ താല്പര്യമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നതെന്നും പല്ലിശ്ശേരി പറയുന്നു.